ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. ഒരു മനോഹരമായ നല്ല വെള്ളിയാഴ്ച. ഈ നല്ല വെള്ളിയാഴ്ച ദിനം പ്രാർത്ഥനയോടെ ഈ ദിനം നാം ആരംഭിക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്ന മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ വീണ്ടെടുക്കാനായി ക്രൂശിന്മേൽ ബലിയായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമ്മുടെ ഇന്നത്തെ ധ്യാനം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 26-ാം വാക്യം. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 26-ാം വാക്യം. യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും, അവൻ നിൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും, അവൻ നിൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കാലുകൾ കുടുങ്ങാതെ വണ്ണം ദൈവം കാക്കും. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൽ പരിപൂർണ ആശ്രയം വയ്ക്കുക. ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുത്, ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുത്. ദൈവിക നടത്തിപ്പുകൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നാം അനുഭവിച്ചറിയുന്നുണ്ട്. ആ ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുക. ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്ര, അവിടെ ദൈവം കൂടെ ഉണ്ടാവും. കാൽ കുടുങ്ങാതെ വണ്ണം. കാൽ കുടുങ്ങിയാൽ പിന്നെ യാത്ര മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കുന്ന സർവശക്തനായ ദൈവം ഈ ഏറ്റവും നല്ല ഈ മനോഹരമായ വെള്ളിയാഴ്ച ദിനം നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നോട്ട് പോകും എന്നൊരു തീരുമാനം കൂടെ എടുക്കാം. നമ്മുടെ കാൽ കുടുങ്ങാതെ വണ്ണം ദൈവം നമ്മെ കാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിന്മേൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായ കർത്താവേ, ഈ മനോഹരമായ നല്ല വെള്ളിയാഴ്ചയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഒരു നല്ല വെള്ളിയാഴ്ച കൂടെ കാണുവാനുള്ള ഭാഗ്യം ആയുസ്സിൽ ദൈവം തന്നതുകൊണ്ട് സ്തോത്രം. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെയും ദൈവത്തിൻ്റെ ആഴമേറിയ കരുതലിനെയും ഓർത്ത് നന്ദിയോടായിരിക്കാൻ എല്ലാവരെയും സഹായിക്കണം. ആരാധനകളിലും ശുശ്രൂഷകളിലും താല്പര്യമായി പങ്കെടുക്കാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളിലും ദൈവം നടത്തിപ്പ് പകരണമേ. ഓരോ കുടുംബങ്ങളെയും തലമുറകളെയും ദൈവാനുഗ്രഹത്തോടെ നടത്തണം. രോഗാവസ്ഥയാൽ ഭാരപ്പെട്ട് ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്നവരുണ്ട്. ദൈവം തമ്പുരാൻ അവിടെ കൂടെ ഇരിക്കുകയും ആശ്വാസവും സൗഖ്യവും നൽകി ഓരോ പ്രിയപ്പെട്ടവരെയും നടത്തുകയും ചെയ്യണം. വിദേശത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം പകർന്ന് നിൻ്റെ മക്കളെ അനുഗ്രഹീതമായി നടത്തണമേ. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ. കർത്താവ് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.